dates. ഇന്ന് നമ്മൾ അച്ചാറിടാൻ പോകുന്നത് ഡേറ്റ്സ്. അത് മീഡിയം പഴുത്തത് മാത്രം. നല്ല മധുരമാണ്. നമുക്ക് ഇതൊന്ന് അച്ചാറിട്ട് നോക്കാം എങ്ങനെയാണ്. ഇതും ഇതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങ, ലെമൺ, ഈ ലെമണും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അച്ചാറിടാം. എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. കട്ടി ഇന്ന് കുറച്ച് ഡേയ്സ് അച്ചാറിട്ട് നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു 2 കിലോ ഡേയ്സ് ഉണ്ട്, 2-3 കിലോൻ്റെ അടുത്തുണ്ട്. അത് നമുക്ക് വാഷ് ചെയ്യാം. നല്ല വാഷ് ചെയ്തിട്ട് നല്ല വാഷ് ചെയ്യാം. ഓക്കെ, എന്താ കളറ്, അടിപൊളി കളറില്ല. എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. വാങ്ങി അച്ചാറിട്ട് നോക്കും, നല്ല ടേസ്റ്റാണ്. 2 പ്രാവശ്യം കഴുകി വാഷ് ചെയ്ത് ക്ലോസ് ചെയ്യും. ഇനി നമുക്ക് അപ്പച്ചമ്പിൽ കുറച്ച് വെള്ളം പിടിക്കാം. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല. നമ്മുടെ നാട്ടിൽ അപ്പച്ചമ്പ്. ഇനി നമുക്ക് സ്റ്റവ് കത്തിക്കാം. സ്റ്റവ് കത്തിച്ചു. ഇനി നമുക്ക് ഇതെല്ലാം ഇതിലിട്ടിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് നമുക്ക് ആവി കയറ്റി വേവിച്ചെടുക്കാം. വെള്ളം വെച്ചേ ഉള്ളൂ, തിളയ്ക്കുന്നേ ഉള്ളൂ. വെള്ളം തിളക്കട്ടെ. ഞാനിത് എല്ലാം കൂടെ അങ്ങ് ഇടുന്നു എന്ന് മാത്രം. ഓക്കെ, നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റാണ്, മധുരമാണ്. നാച്ചുറലായിട്ട് പഴുത്ത സാധനമാണ്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. എന്താ മധുരം, സൂപ്പർ. നമുക്ക് വെളുത്തുള്ളി തോല് പൊളിക്കാം അച്ചാറിലിടാൻ. കേട്ടോ, ചൈന വെളുത്തുള്ളിയാണ്. ചൈനയിൽ നിന്ന് വരുന്ന വെളുത്തുള്ളിയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കൂട്ടല്ല. ഇത് വലിയ നല്ല വലിപ്പമുള്ള സൈസ് വെളുത്തുള്ളിയാണ്. ഉണ്ടോ? നമ്മൾ പീസാക്കി ആണ് അന്നേരത്തേനും കട്ട് ചെയ്യും. സോറി ഗൈസ്, നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി കരിയാപ്പില വേണം. നമുക്ക് കുറച്ച് പച്ചമുളകും കൂടെ ഇടണം എരിവിന്. ഓക്കെ, ഇത് നമ്മുടെ അടുത്ത ജോമിച്ചേട്ടൻ വന്നിട്ടുണ്ട്. അടുത്ത റൂമിലെ ജോമിച്ചേട്ടൻ നമ്മുടെ കുക്കിംഗ് കാണാൻ വേണ്ടി വന്നേക്കുന്നതാണ്. ഹായ് ഗൈസ്, നമുക്ക് കുറച്ച് പച്ചമുളകും കൂടെ വേണമായിരുന്നു. പച്ചമുളക് എടുത്തു, കഴുകി കൊണ്ടുവന്നു. ഇതാ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. എരിവിനാണ്. എരിവില്ലാത്ത കാശ്മീരി ചില്ലിയാണ് നമ്മൾ ചേർക്കുന്നത്. ഓക്കെ, അങ്ങനെയുണ്ട്. ഇനി അടുത്ത സെക്ഷൻ കുറച്ച് കരിയാപ്പിലയുണ്ട്. കരിയാപ്പില വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതും നമ്മൾ ചേർക്കണം. കട്ട് ചെയ്തു
ഇതാ നമ്മുടെ ഇത് വെന്തിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് നാരങ്ങ കൂടെ വേവിക്കണം. ഇത് ഇനി നമുക്ക് 4ആയിട്ട് കട്ട് ചെയ്യണം. ഓക്കെ, ഇതെടുത്ത് കട്ട് ചെയ്യാനാണ്. ഇത് പുഴുങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് അച്ചാറുകൾ ഇടുമ്പോൾ അന്നേരം എന്തായിരിക്കും സ്മെല്ല്? ഉണ്ടാ സൂപ്പറല്ലേ? നമുക്ക് കുറച്ച് നാരങ്ങയും കൂടെ ഇടാം. ഒത്തിരി ഇല്ല, ഒരു 10 നാരങ്ങ. ഓക്കെ, ഇത് കഴുകിയിട്ട് നമുക്ക് പുഴുങ്ങാൻ വെക്കാം. നമ്മൾ അപ്പച്ചെമ്പിൽ വെക്കുന്നു, പുഴുങ്ങാൻ വെക്കുന്നു. ഈത്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞ് ഇങ്ങനെ 4 കഷ്ണമാക്കി നമ്മളിനി മുറിച്ചെടുക്കും. നല്ല ചൂടാണ്, കൈ പൊള്ളുന്നുണ്ട്. നമ്മളിതാ അരിഞ്ഞു കഴിഞ്ഞു. കുറേ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പറഞ്ഞു കണ്ടോ എങ്ങനെയാണ് അരിയുന്നതെന്ന്? നമ്മൾ 4 പീസായിട്ട് ഇങ്ങനെ അരിയും. ഓക്കെ, അടുത്തു. കുറേ നേരമായി, ഒറ്റയ്ക്കേ ഉള്ളൂ. വൈഫ് ഡ്യൂട്ടിക്ക് പോയി. എൻ്റെ കൊച്ചുണ്ട് സഹായിക്കാൻ. അവനും ഞാനും കൂടെയാണ് ഉണ്ടാക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കഷ്ടപ്പെട്ടതുകൊണ്ട് വേസ്റ്റ് ഇത്രയും കട്ട് ചെയ്തിട്ട് ഇത്രയും കിട്ടി. എന്നിട്ട് ഞങ്ങളിപ്പോൾ ലെമൺ ചൂടാക്കിയിട്ട് വേണ്ട ലെമൺ ഇരിക്കുന്നു. ചൂടാണ് ഭയങ്കര. ഫാൻ വെച്ച് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് വിളിക്കാം. ഇങ്ങനെയാണ് കട്ട് ചെയ്യണ്ടേ. ഓ കണ്ടോ? ചൂടാണ്, എന്നാലും പെട്ടെന്ന് ചെയ്യുന്നു അല്ലേ? അപ്പം ഇങ്ങനെ 8 എണ്ണം ചെയ്യണം. ഇത് രണ്ടാമത്തത്. കട്ട് ചെയ്തിട്ട് വിളിക്കാം. പറ. നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അങ്ങനെ നാരങ്ങ ഞങ്ങൾ വെട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ നേരത്തെ വെട്ടി വെച്ച ഇതും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത സ്റ്റെപ്പ് നമ്മൾ വലിയ ഉരുളിയെടുത്ത് ഉരുളിക്കകത്ത് മണ്ണെണ്ണ ഒഴിച്ച് ഈ ഉരുളിക്കകത്താണ് നമ്മൾ വെക്കാൻ പോകുന്ന അച്ചാർ. വിളിച്ച നല്ല പച്ച കരിയാപ്പില, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കരിയാപ്പിലയാണ്. ഈ കരിയാപ്പില വെള്ളത്തിലിട്ട് കഴുകിയിടണം. ഓക്കെ, ഇത്രയും കരിയാപ്പിലാണ്. അവിടെ പാൻ തളിച്ചു വരുന്ന മുമ്പേ നമ്മൾ ഇത് കഴുകണം. നല്ല വെള്ളത്തിൽ നല്ലോണം കഴുകിയെടുക്കുക. അപ്പോൾ അമ്മ നിലത്ത് പോയി. ഇനി ഒരു
കരിയാപ്പില അധികം എടുത്തിട്ടുണ്ട്. കരിയാപ്പില നമുക്ക് എല്ലാത്തിലും നല്ലതാണല്ലോ. അതിനാൽ കരിയാപ്പില ഇച്ചിരി കൂടുതലെടുത്ത് വെള്ളം വാറാൻ വേണ്ടി വെക്കുവാണ്. കഴുകിയിട്ട് ഇതാണ് നമ്മുടെ എണ്ണ. ഈ എണ്ണയിലാണ് കറി അച്ചാറിടാൻ പോകുന്നത്. ഓക്കെ, ഉണ്ടോ? നല്ലെണ്ണ, എള്ളെണ്ണ എന്ന് പറയും, നല്ലെണ്ണ എന്നും പറയും. ഇനി നമ്മൾ എണ്ണ ഒഴിക്കാൻ പോകും. ഇനി നമുക്ക് ഒരു 2 സ്പൂണ് ഉലുവ ഇടാം. ഉലുവയും പോട്ടെ, കടുകിട്ടു. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും ഇപ്പം പൊട്ടി വരും. ഇനി അടുത്ത ഉലുവയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഉലുവ ചേർക്കാം. കടുകൊന്ന് പൊട്ടിക്കട്ടെ. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഉലുവയും കൂടി ഇടാം. ഉലുവ ഇച്ചിരി അധികം ഞാൻ ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. എനിക്ക് ഉലുവ ഇഷ്ടമാണ്, അതുകൊണ്ട് ഉലുവ ഇച്ചിരി അധികം ചേർത്തു. അതെല്ലാം ചേർത്ത് കഴിയുമ്പോൾ ഇതാ നമുക്ക് ഇഞ്ചി ചേർക്കാം. ഓരോന്നോരോന്ന് തന്നെ ഇടണേ. ഇഞ്ചി അതിന് ചേർക്കാം. ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കാം. ഓക്കെ, നല്ലോണം ഇളക്കി കൊടുക്കണേ. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നല്ല ഇളക്കി കൊടുക്കാം. കരിയാൻ പാടില്ല. പച്ചമണം മാറുന്നോടം വരെ ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും പച്ചമണം എല്ലാം മാറി അധികം ബ്രൗൺ ആകണ്ട, ഇത്ര മതി. ഒന്ന് ചെറുകനെ ഒന്ന് വാടിയാൽ മതി. ഇനി നമുക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം. കരിയാപ്പില ഇച്ചിരി കൂടുതലിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് കരിയാപ്പില ഇഷ്ടമായതുകൊണ്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. നമുക്ക് അടുത്ത മുളക് പൊടി ചേർക്കണം. അച്ചാർ പൊടി ചേർക്കണം. മുളക് പൊടി ചേർക്കണം. കാശ്മീരി ചില്ലിയാണ്. ഞാനൊരു 5-6 സ്പൂൺ ചേർക്കുന്നുണ്ട്. എരിവ് വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം, അല്ലാത്തവർക്ക് കുറച്ച് ചേർത്താൽ മതി. പിന്നെ ഞാൻ അച്ചാർ പൊടി ചേർക്കാം, ശകലമേ ഉള്ളൂ. അച്ചാർ പൊടിയും ചേർക്കും. ഇച്ചിരി മസാല വേണ്ട, അതുകൊണ്ട് ഇച്ചിരിയും ചേർത്തുള്ളൂ. ഇനി നല്ല ബ്രൗൺ ആക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. കായപ്പൊടി ചേർത്തില്ല, കായപ്പൊടിയും ചേർത്തു. കായപ്പൊടി ചേർത്തു.
വിനാഗിരി ചേർക്കുകയാണ്. ഇത് എല്ലാം മൂത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് വിനാഗിരി ചേർക്കുന്നു. നമ്മുടെ നാട്ടിൽ ശുർക്ക എന്ന് പറയും, ഓരോ നാട്ടിലും ഓരോന്ന് പറയുന്നത്. കാണാൻ മീൻ കറി പോലെ ഉണ്ടല്ലോ. ഇനി നമുക്ക് ഡേയ്സ് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഇളക്കാം. നല്ല കളറാ. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇളക്കാൻ. നാരങ്ങയും കൂടെ ഇടാം. ഇനി നമുക്ക് നാരങ്ങയും കൂടെ ഇടാം. നാരങ്ങയിട്ട് മിക്സ് ചെയ്യാം. നല്ല നീരാട്ടോ, വെള്ളമല്ല. വെള്ളം ഞാൻ ഒട്ടും ചേർക്കുന്നില്ല. നല്ല മിക്സ് ചെയ്താൽ നമ്മുടെ അച്ചാർ റെഡി. ഡേയ്സ് അച്ചാർ റെഡി. നാരങ്ങ ചേർക്കുന്ന ഇതിൻ്റെ മധുരമായിരിക്കും. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഉപ്പ് ചേർത്ത് കിട്ടും ഓൾറെഡി. ഉപ്പ് ആവശ്യത്തിനുണ്ട്. ഞാൻ ചേർത്തായിരുന്നു, അതെടുക്കാൻ മറന്നുപോയതാണ്. ഞാൻ അപ്പോഴത്തേനും വേറെ വീട്ടിൽ പോയിരിക്കുവായിരുന്നു. ഒരു ശക്കല ശുർക്കയും കൂടെ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ. നല്ല ഇളക്കി ചേർക്കണം. എന്നാലേ അതിൻ്റെ നാരങ്ങയിലും ബേസിലും നല്ല പിടിക്കുകയുള്ളൂ. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടല്ല, രണ്ടാമത്തെ തവണയാണ്. ഒരു തവണ നാരങ്ങ അച്ചാർ ഇട്ടായിരുന്നു, പിന്നെ മീനച്ചാർ ഉണ്ടാക്കിയാണ്. പ്രാവശ്യം മീനച്ചാർ ഇട്ടായിരുന്നു. നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഫസ്റ്റ് ടൈമാണ് ഡേയ്സ് ഇടുന്നത്. ഡേറ്റ്സ് ഞാൻ കഴിച്ചിട്ടില്ല, എൻ്റെ അച്ഛൻ കഴിച്ചിട്ടുണ്ട് അല്ലേ. ഓഫ്, എങ്ങനെയുണ്ട് പറ. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.
ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ, അടിപൊളി. ഇനി ഇത് 2 ദിവസം ഇരുന്ന് പഴകിയാൽ ആ ടേസ്റ്റ് വരും. ഓക്കെ, എനിക്കൊന്നും ഇല്ലേ. ഇങ്ങനത്തെ ഇനിയും കുറെ വീഡിയോസ് കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.